കഴിഞ്ഞ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒരു ഉസ്താദ്, വളരെ സാധുവായ മനുഷ്യനാണ്, വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്. നിഷ്കളങ്കമായ ചിരിയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, വല്ലതും പിരിവാക്കി തരാൻ വേണ്ടി സാധിക്കുമോ? സാമ്പത്തികമായി അത്രയും ബുദ്ധിമുട്ടിലാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, പ്രശ്നമില്ല, വേണ്ടത് ചെയ്തു തരാം, കഴിവിൻ്റെ പരമാവധി നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ പള്ളിയിലേക്ക് തിരിച്ചയച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു. അങ്ങനെ ഖുതുബക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഒരു നമ്പറിൽ നിന്ന് കോള് വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ നേരത്തെ സംസാരിച്ച ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ്, ഞാൻ പള്ളിയിലില്ല, ഞാൻ തൽക്കാലം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്തേ? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്തേന്നറിയില്ല, വല്ലാത്തൊരു നാണക്കേടാണ്. എൻ്റെ ഒരു അഭിമാനം ഓർത്തിട്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി തോന്നുന്നില്ല. പക്ഷെ പ്രയാസം ഓർക്കുമ്പോൾ എനിക്ക് വേറെ വഴിയുമില്ല. അതേസമയം എൻ്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഉസ്താദ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഖുതുബയുടെ തിരക്കായതുകൊണ്ട് ഞാൻ ഖുതുബക്ക് വേണ്ടി പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവൻ്റെ പ്രയാസം എത്രയാണെന്ന് നമുക്കൊരിക്കലും അളക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പലരും സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷങ്ങളും സമാധാനവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കഴിവുകളും നമുക്കുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ ആദ്യം സ്തുതിക്കുകയാണ്. എന്നാൽ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പാവപ്പെട്ട ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നമ്മുടെ ചുറ്റുഭാഗത്ത് കഴിവില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ അങ്ങനെയും ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അഭിമാനം അവർ പണയം വെക്കാൻ വേണ്ടി തയ്യാറാകാത്തത് കൊണ്ടാണ് വിശപ്പിൻ്റെ കാഠിന്യം സഹിച്ചിട്ടും അഭിമാനം നഷ്ടപ്പെടാതെ സമൂഹത്തിൻ്റെ മുന്നിൽ അന്തസ്സോടുകൂടി അഭിനയിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും ഏതൊക്കെയോ നാടുകളിൽ കഷ്ടപ്പെടുന്നവരെ തേടിപ്പോകുന്നവരാണ്. എന്നാൽ നമ്മുടെ കൺമുന്നിൽ എത്രയോ പാവങ്ങളെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വിധം അവരെ ചവിട്ടിയിട്ടാണ്, അവരെ കടന്നിട്ടാണ് നമ്മൾ മറ്റു നാടുകളിലേക്ക് പോയിട്ട് അവിടെ സഹായങ്ങൾ ചെയ്യുന്നത്. അവിടെ ചെയ്യണ്ട എന്നല്ല, പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അതാണ് ഏറ്റവും വലിയ കഴിവ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് പാവങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബത്തിലുള്ള പാവങ്ങളെ പരിഗണിക്കാതെ, നമ്മുടെ വീട്ടിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ മാറ്റിക്കൊടുക്കാതെ പുറം നാടുകളിൽ പോയിട്ട് പലപ്പോഴും അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാറുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾ കുടുംബത്തിലുള്ള പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, ഒന്ന്, നിങ്ങൾക്ക് സ്വതക്കയുടെ കൂലി കിട്ടും എന്ന് മാത്രമല്ല, അവിടെ കുടുംബ ബന്ധം ഒന്നും കൂടി സ്ട്രോങ് ആയി നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ കുടുംബത്തിൽ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ടില്ല എന്നെങ്ങനെയാണ് നടിക്കുന്നത്? അവരെയൊക്കെ മെയിൻറ്റ് ചെയ്യാതെ എവിടെയൊക്കെയോ പോയി സംഭാവനകൾ ചെയ്ത് സ്വതക്ക ചെയ്ത്, അതൊക്കെ വേണ്ടതാണ്. കൂട്ടത്തിൽ നമ്മുടെ കൺമുന്നിൽ എത്രയോ പാവങ്ങളുണ്ട്, അവരെയും കൂടി പരിഗണിക്കാൻ നമ്മളെ കൊണ്ടാകണം. പലപ്പോഴും പലരും നമ്മുടെ മുന്നിലേക്ക് വരാത്തത്, കൈനീട്ടാത്തത് അവരുടെയൊക്കെ ഉള്ളിൽ അഭിമാനത്തെ ഓർത്തിട്ടുള്ള ആ സങ്കടം കൊണ്ടാണ്. പലപ്പോഴും ബാക്കിയുള്ള എല്ലാ സങ്കടങ്ങളും ടെൻഷനും അവർ പേറി നടന്നത്, ആരോടും പറയാതിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ആ മനുഷ്യനിലൂടെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നവരെ മാത്രമല്ല പരിഗണിക്കേണ്ടത്, നമ്മൾ അങ്ങോട്ട് ചെന്ന് സങ്കടങ്ങളുള്ളവരെ, പ്രശ്നങ്ങളുള്ളവരെ, പ്രയാസപ്പെടുന്നവരെ അങ്ങോട്ട് പോയി കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ ലോകത്ത് അള്ളാഹു എല്ലാ ആൾക്കാരെയും ഒരുപോലെയല്ല പടച്ചത്. ഒരുപാട് പാവപ്പെട്ട ആളുകളെ അള്ളാഹു പടക്കുമ്പോൾ ഒരുപാട് പണക്കാരും മറ്റൊരു ഭാഗത്ത് അള്ളാഹു പടച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അള്ളാഹു പണക്കാരനെ ഇഷ്ടപ്പെട്ടു എന്നോ പാവപ്പെട്ടവനോട് അള്ളാഹുവിന് സ്നേഹമില്ല എന്നോ അല്ല മനസ്സിലാക്കേണ്ടത്. പാവപ്പെട്ടവനെ പണക്കാരായ ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട്
പണക്കാരെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഈ പാവപ്പെട്ടവനെ നീ പരിഗണിക്കുന്നുണ്ടോ? നീ അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഖാലിഖായ റബ്ബ്, എല്ലാത്തിനും കഴിവുള്ള റബ്ബ് നിന്നെ നാളെ ആഖിറ ലോകത്ത് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇവരെ നിൻ്റെ മുമ്പിലേക്ക് അയക്കുന്നത്. പലപ്പോഴും പണത്തിൻ്റെ പെരുപ്പവും അധികാരവുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞെളിഞ്ഞ് നടക്കുകയും ആളാവുകയും ചെയ്യുന്നതിലപ്പുറത്തേക്ക് നമ്മളൊക്കെ ആർക്കാണ് ആത്മാർത്ഥമായി സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്? ആരെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യനാകുന്നതിലുപരി മനുഷ്യത്വമുള്ളവനാവുക.